കേരളത്തിൽ അങ്ങോളം ആരാധകരുള്ള ഒരു ഗജപ്രമുഖനുണ്ട്. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഈ ആനയെ രാമരാജൻ എന്നാണ് വിളിക്കുന്നത്. മറ്റാരുമല്ല, ദേ എൻ്റെ പിന്നിൽ കാണുന്ന പൂരപ്രേമികളുടെ സെലിബ്രിറ്റിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണത്. രാമന്റെ അഴക് ഇന്ന് കേരളത്തിൽ ഏതൊരു ആനയ്ക്കും ഇല്ല. ഉയർന്ന മസ്തകം, കൊഴുത്തുരുണ്ട ഉടൽ, നിലം മുട്ടുന്ന തുമ്പിക്കൈ, ദൃഢമാർന്ന ചുവടുകൾ. കേരളത്തിലെ ആനച്ചന്തത്തിന്റെ പ്രതീകമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള ആന എന്ന വിശേഷണം മാത്രമല്ല, ഏഷ്യയിലെ ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആന എന്ന റെക്കോർഡും രാമന് തന്നെ. ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തിയ മോട്ടി പ്രസാദ് എന്ന ആനയെ 1984 തൃശൂർ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ദേവസ്വം സ്വന്തമാക്കുന്നത്. പിന്നീട് കേരളത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനപ്രേമികൾക്കിടയിൽ താരമായി മാറി. ഗജരാജൻ, ഗജകേസരി, ഗജസാമ്രാട്ട്, ഏകഛത്രാധിപതി, അങ്ങനെ നിരവധി പട്ടങ്ങൾ രാമന് സ്വന്തം. തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറക്കുന്ന രാമനെ കാണാൻ മാത്രം തടിച്ചുകൂടിയിരുന്നത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. ഉത്സവ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റിയാൽ തിടമ്പിറക്കുന്നതുവരെയും രാമൻ തല ഉയർത്തിപ്പിടിച്ചിരിക്കും. മുൻവർഷത്തെ പോലെ തന്നെ ഇത്തവണയും ചെമ്പൂക്കാവ് കാർത്യാനി ഭഗവതിയുടെ തിടമ്പാണ് രാമനേറ്റുക. കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ സ്വതവേ ആനകളോടത്തേക്ക് വരും. തൃശ്ശൂർ പൂരം ആകുമ്പോൾ അതിൻ്റെ ആളുകളൊന്നും കൂടി കൂടുമല്ലോ. അതുകൊണ്ട് രാമചന്ദ്രനെ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ളവരാകുമ്പോൾ ഒന്നും കൂടി ആ ഭാഗത്തേക്ക് കൂടുന്നുള്ള കാര്യം സംശയമില്ല. പൂരമെത്തുന്നതിന് മുന്നേ തന്നെ പൂരത്തിനെത്തുന്ന രാമനെ തേടി ജനങ്ങൾ നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. പ്രായത്തിന്റെ അനുസരിച്ചിട്ട് കുറേശ്ശെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളില്ല, എന്നാലും അതിൻ്റെതായ ക്ഷീണങ്ങളുള്ളത് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. തൃശൂർ പൂരത്തിന് ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എഴുന്നള്ളിപ്പിനായി രാമൻ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. രാമരഥത്തിൽ നിന്നിറങ്ങി രാമചന്ദ്രൻ ഉത്സവപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്നതോടെ പൂരപ്രേമികൾ ഒന്നാകെ രാമ എന്ന് വിളിക്കുമ്പോൾ ആ വിളി ഒരു മന്ത്രോച്ചാരണം പോലെ പൂരപ്പറമ്പിൽ മുഴങ്ങിക്കേൾക്കും. രാമനില്ലാതെ എന്തു പൂരമല്ലേ? ഈ ഉയർന്ന മസ്തകത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചെമ്പൂക്കാവു ഭഗവതിയുടെ തിടമ്പേറ്റിയാവും രാമൻ ഇക്കൊല്ലവും പൂരപ്രേമികളെ കാണാനെത്തുക. ക്യാമറമാൻ മണികണ്ഠനൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.